പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് അരുണാചൽ പ്രദേശ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സെല ടണൽ, ധോനി പോളോ വിമാനത്താവളം എന്നിങ്ങനെ നിരവധി പദ്ധതികളാണ് അരുണാചൽ പ്രദേശിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. സെല ടണൽ വന്നതോടെ ബലിപര, ചരിദുവാർ, തവാങ് നിവാസികൾക്ക് അതീവ ശൈത്യകാലത്ത് പോലും യാത്ര ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഹൈഡ്രോ പവർ പ്രൊജക്ട് കൂടി അരുണാചൽ ദിബാങ്ങിൽ തുടക്കം കുറിക്കാനിരിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഡാമാകും അരുണാചൽ പ്രദേശിലുള്ളത്. ഏകദേശം 31,875 കോടിയാണ് ഈ പദ്ധതിക്കായിട്ടുള്ള ചെലവ്. ഇതുകൂടാതെ ഇപ്പോഴിതാ അരുണാചൽ പ്രദേശിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി റോപ്പ് വേ നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഭാരതം. 522 കോടി രൂപ ചെലവിൽ 5.2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റോപ്പ് വേ നിർമ്മിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രിയായ തവാങ് മൊണാസ്ട്രിയിൽ നിന്ന് പെങ്കാടെങ് സോ തടാകം വരെയാണ് ഈ റോപ്പ് വേ വരിക. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കരാർ ക്ഷണിച്ചു കഴിഞ്ഞു. 10,000 അടി ഉയരത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ചൈന ഭൂട്ടാൻ അതിർത്തിക്ക് സമീപത്തായിട്ടാണ് ഇതെത്തുക. 400 വർഷം പഴക്കമുള്ള തവാങ് മൊണാസ്ട്രി രാജ്യത്തെ ഏറ്റവും വലിയ ആശ്രമമാണ്. വലുപ്പത്തിൽ ഏഷ്യയിലെ രണ്ടാമത്തേതുമാണ്. തവാങ് നഗരത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ചൈന ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് ഈ ആശ്രമം. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള പെങ്ടെങ് സോ തടാകം തവാങ്ങിൽ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ്. തവാങ് നഗരത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ഈ റോപ്പ് വേയിലേക്കുള്ളത്. അരമണിക്കൂറോളം റോഡ് മാർഗം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ റോപ്പ് വേ പൂർത്തിയായാൽ തവാങ് മൊണാസ്ട്രിയിൽ നിന്ന് പെങ്ടെങ് സോ തടാകത്തിലേക്ക് 5 മിനിറ്റ് യാത്രയെ ഉണ്ടാവുകയുള്ളൂ. അതായത് അരമണിക്കൂർ യാത്രയുള്ളിടത്ത് 5 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും എന്ന് സാരം. ഈ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുന്നതിനായിട്ടാണ് ഈ റോപ്പ് വേ നിർമ്മിക്കുന്നത്. തവാങ് മൊണാസ്ട്രിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള തവാങ്ങിലെ ഗ്യാൻഗോങ് അനി ഗോൺപയിലേക്ക് ഒരു റോപ്പ് വേ കൂടെ ഉണ്ട്. പുതിയ റോപ്പ് വേ ഈ മേഖലയിലെ വിനോദസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുമെന്നും അരുണാചൽ പ്രദേശിലെ മനോഹരമായ പ്രദേശങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ വിനോദസഞ്ചാരികളെ പ്രാപ്തരാക്കുമെന്നുമാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാനമായ സെല ടണലും ധോനി പോളോ വിമാനത്താവളവും പ്രധാനമന്ത്രി ഈ അടുത്തിടെ രാഷ്ട്രത്തിന് സമർപ്പിച്ചിരുന്നു. ഏകദേശം 825 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സെല ടണൽ പദ്ധതി ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. ഇത് അരുണാചൽ പ്രദേശിലെ ബലിപ്പാറ ചാരിദുവാർ തവാങ് റോഡിലെ സെല ചുരത്തിലൂടെ തവാങ്ങിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി നൽകും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ അരുണാചൽ പ്രദേശിലെ ദിബാങ് മൾട്ടിപർപ്പസ് ജലവൈദ്യുത പദ്ധതിയിലും ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 31,875 കോടി രൂപയിലധികം ചെലവിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനത്തെ ചൈന എതിർത്തിരുന്നുവെങ്കിലും തങ്ങളുടെ പ്രാദേശിക അവകാശവാദം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമത്തെ ഇന്ത്യ ശക്തമായി നിരസിക്കുകയും വടക്കു കിഴക്കൻ സംസ്ഥാനം ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമാണെന്നും അത് തുടരുമെന്നും ഊന്നി പറയുകയും ചെയ്തു. എന്തൊക്കെയായാലും അരുണാചൽ പ്രദേശിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യം തന്നെയാണ്. രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകുകയും അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഇതൊരു കാരണവുമായി തീരുന്നു. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.